Hello students, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് GSTയുടെ ജേണൽ എൻട്രി. നമുക്ക് പല ജേണൽ എൻട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നതാണ് GSTയുടെ എൻട്രീസ്. GSTയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആയിരുന്നു സാധാരണഗതിയിൽ എക്സാമിനേഷൻ ചോദിക്കാറ്, പബ്ലിക് എക്സാമിനേഷൻ ആയാലും അല്ലെങ്കിൽ മോഡൽ എക്സാമിനേഷൻ ഒക്കെ ചോദിക്കാറ്. പക്ഷേ നമുക്ക് ഇനി മുതൽ നമ്മൾ GSTയുടെ ജേണൽ എൻട്രി വരെ പ്രതീക്ഷിക്കണം. ജേണൽ എൻട്രി ആയിട്ട് ചോദ്യങ്ങൾ വരുന്നത് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ജേണൽ എൻട്രി ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്, നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. സോ ജേണൽ എൻട്രി എങ്ങനെയാണ് GSTയിൽ വരുന്നത്? നിങ്ങൾക്കറിയാം, ജേണൽ എൻട്രിക്ക് തീർച്ചയായും വരുന്ന സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും പഠിച്ചിരിക്കണം. നമ്മൾ GSTയുടെ ജേണൽ എൻട്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇൻപുട്ട് CGSTയും ഇൻപുട്ട് IGSTയും അതിന്റെ തിയറി ഭാഗത്ത് ഞാൻ പോകുന്നില്ല. കാരണം CGSTയും SGSTയും വരുന്നത് നമുക്കറിയാം ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വരുമ്പോൾ IGSTയും വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇൻപുട്ടിൽ രണ്ട് ആൾക്കാരും വരാം. ഇൻപുട്ടിൽ CGSTയും SGSTയും വരാം, ഇൻപുട്ടിൽ IGSTയും വരാം. ഇൻപുട്ടിൽ CGST SGST വരുന്നത് എപ്പോഴാണ്? പെയ്ഡ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ്. ഒരു ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണ് നടത്തുന്നത്, വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഇൻപുട്ട് വരുന്നു. പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് വരുന്നു. അത് എന്തായിരിക്കും? CGSTയും SGST ആയിരിക്കും. അതുപോലെ തന്നെ ഇൻപുട്ട് IGST വരുന്നത് എപ്പോഴാണ്? നമുക്കത് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആകുമ്പോൾ. ഇതൊന്ന് മനസ്സിലവിടെ വെച്ചാൽ മതി. എൻട്രിക്ക് പോകുന്നതിന് മുമ്പേ ഔട്ട്പുട്ട് വരുന്നത് എപ്പോഴാണ്? ഔട്ട്പുട്ട് നമുക്ക് കളക്ട് ചെയ്യുമ്പോഴാണ്. കളക്ട് ചെയ്യുമ്പോൾ സെയിൽസ് നടക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് സെയിൽസിന്റെ എമൗണ്ടിന്റെ കൂടെ GST കളക്ട് ചെയ്യൂലേ? അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ CGSTയും SGST വരുന്നത് എപ്പോഴാണ്? ഇൻട്രാ സ്റ്റേറ്റ്, അതായത് നേരെ അതായത് ഒരു സ്റ്റേറ്റിന്റെ അകത്ത് നിന്ന് വരുമ്പോഴാണ് നമ്മൾ ഇൻപുട്ട് CGSTയും SGST നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് IGST വരുന്നത് ഇന്റർ സ്റ്റേറ്റ് ആയിരിക്കും, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആയിരിക്കും. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഒരു ഇന്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റും ആയിരിക്കാം ഒരുപക്ഷെ ജേണൽ എൻട്രി ചോദിക്കുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ടും അവിടെ സെയിൽസ് ആണെങ്കിൽ ഔട്ട്പുട്ടും വരുന്നു. ഇൻപുട്ട് ആണെങ്കിൽ CGSTയും SGSTയും വരുന്നു, ഔട്ട്പുട്ട് ആണെങ്കിലും CGST SGST വരുന്നു. പക്ഷേ ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്, അത് ഇൻപുട്ട് IGST മാത്രമാണ്. സെയിൽസ് നടക്കുമ്പോൾ ഔട്ട്പുട്ടാണ് കൊടുക്കേണ്ടത്, IGST മാത്രം. ഇനി നമുക്ക് എൻട്രീസിലേക്ക് വരാം. ട്രാൻസാക്ഷൻ തരാം. ഇവിടെ ഒരു ട്രാൻസാക്ഷൻ സാർ ആദ്യം ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ സാർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പർച്ചേസും സെയിൽസും പിന്നെ ഒരു എക്സ്പെൻസ് പേ ചെയ്യുന്നതും അല്ലെ, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതൊക്കെ തരാം. പാസ് journal entries for the following transaction in the books of Sahi Limited, assuming that the both parties belong to the same state ആണ് അല്ലെ, ഒരേ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പം ഇൻട്രാ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ CGSTയും SGSTയും വരുന്നത് 6% ഈച്ച്, അതായത് 12% ആണ് GST വരുന്നത്. അത് CGSTയും SGSTയും 6 ഈച്ച് വരുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ rupees 1 lakh. നോക്കിക്കേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ rupees 1 lakh ഫ്രം ആകാശ്. 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു അല്ലേ? 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. 1 lakh rupeesന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് 6% എന്ത് കൊടുക്കണം? CGST കൊടുക്കണം, 6% SGST കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 6% നമുക്കറിയാം 6000 rupees ആണ് വരിക. അതുപോലെ തന്നെ SGSTയും CGSTയും അല്ലേ, അതുപോലെ തന്നെ 6/100 6000 കൊടുത്തിരിക്കണം. അപ്പോൾ CGSTയും SGST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ 1 lakhന് കൂടെ 6000 വരുന്നു. നമുക്ക് നേരെ എൻട്രീസിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഇതിന്റെ എമൗണ്ട് ആദ്യം കണ്ടുപിടിച്ചേക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ rupees 3 lakh. ഇപ്പൊ സെയിൽസ് നടക്കുന്നത് ഔട്ട്പുട്ട് ആണ്. അവിടെയും 3 lakhന്റെ എന്ത് വേണടാ? 3 lakhന്റെ 6% കാണണം. അപ്പം 18,000 ആണ് നമുക്കിവിടെ 6% കാണാം. ബോത്ത് അല്ലെ, 18,000 CGSTക്കും SGSTക്കും. അതുപോലെ തന്നെ പെയ്ഡ് ഫോർ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പെയ്ഡ് ആണ് അല്ലെ, പെയ്ഡ് ആണ്. അപ്പൊ നമ്മൾ നേരെ കൊടുക്കാൻ പോവുകയാണ്, കളക്ട് ചെയ്യല് കൊടുക്കാൻ പോവുകയാണ്. വീണ്ടും ഇൻപുട്ട് ആണ്. സോ 1 lakh rupees ആണ്. 1 lakh rupees, സോറി 1000 rupees ആണ് അല്ലേ, 1 lakh അല്ല, 1000 rupees ആണ്. അതിന്റെ 6% വരുന്നു, അതായത് 600 വരുന്നു. ഓക്കെ അല്ലേ? ഇങ്ങനെ GSTയുടെ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് പെർസെന്റേജ് കണ്ടുപിടിച്ച് വെക്കുന്നു. നേരെ നമുക്ക് എൻട്രീസിലേക്ക് പോകാം. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ എൻട്രി പർച്ചേസ് ഗുഡ്സ് ഫ്രം ആകാശ് ആണ്. നോർമൽ എൻട്രി എന്താ? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ആകാശ് എന്നാണ് എൻട്രി. പക്ഷെ ഇവിടെ എന്തും കൂടി വേണം, പർച്ചേസ് എമൗണ്ട് വേണം, നമുക്ക് GST വേണം. അതുകൊണ്ട് ഇൻപുട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, അതുപോലെ തന്നെ ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ ടു ആകാശ് എന്നാണ് എൻട്രി. ടു ആകാശ് അക്കൗണ്ട് ആണ് ജനറൽ എൻട്രി. ഇനി എമൗണ്ട് എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ. എമൗണ്ട് പർച്ചേസ് എമൗണ്ട് rupees 1 lakh ആണ് അല്ലേ. പർച്ചേസ് എമൗണ്ട് rupees 1 lakh, പർച്ചേസ് പ്രൈസ് 1 lakh ആണ്. 6000 rupees CGST വരുന്നു. അതുപോലെ തന്നെ 6000 rupees SGST വരുന്നു. ടോട്ടൽ 1,12,000, 1,12,000 rupees ആണ് ടു ആകാശ് അല്ലേ. അതായത് കൊടുക്കേണ്ട എമൗണ്ട് 1,12,000. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പർച്ചേസ് വരുമ്പോൾ ഇൻപുട്ട് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്ത് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ സെയിൽസ്, സോൾഡ് ഗുഡ്സ് ടു 9 എന്നാണ് അല്ലേ. അപ്പൊ 9 അക്കൗണ്ട് ഡെറ്റർ
ടു സെയിൽസ്, അതിൻ്റെ കൂടെ എന്ത് വരണം? ഔട്ട്പുട്ട് വരണം. ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST വരണം. അപ്പോൾ നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ശ്രദ്ധിക്കണം. 3 lakh rupees ആണ്. സോ 3 lakh rupees ആണ് കറക്റ്റ് സെയിൽസ് എമൗണ്ട്. പക്ഷേ 6% GST ആണ്. സോ 18,000 rupees CGST വരുന്നു, 18,000 rupees എന്ത് വരുന്നു? SGST വരുന്നു. അങ്ങനെ ടോട്ടൽ 3 ലക്ഷത്തിലെ 3,36,000 വരുന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് സെയിൽസ് വരുമ്പോൾ. സാധാരണ പർച്ചേസ്, സെയിൽസ് ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. ഈ എൻട്രിയാണ് ചോദിക്കുക. മൂന്നാമത്തത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്, 1,000 rupees. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, റെക്കോർഡ് ചെയ്യുന്നു ടു ക്യാഷ്. നേരെ നമുക്ക് എമൗണ്ടിലേക്ക് വരാം. 1,000 rupees ആണ്. ദെൻ 600 GST വരുന്നു, 600 GST വരുന്നു. അങ്ങനെ 11,200 വരുന്നു അല്ലേ? 11,200 ക്ലിയർ? 11,200. സോ ഈ ഒരു എൻട്രി കഴിഞ്ഞാൽ ഈ ഒരു ഇൻട്രാ സ്റ്റേറ്റിന്റെ എൻട്രി കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കേണ്ട ഒരു ഇൻട്രാ സ്റ്റേറ്റ് കൂടി പഠിച്ചു വെക്കാം. IGST കൂടി പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? IGST പഠിച്ചു വെക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹1 lakh വിത്ത് IGST 18%. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. IGST ഒറ്റ ടാക്സ് ആണല്ലേ നമുക്ക്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ നോരെ കൊടുക്കാം. ഒന്നാമത്തത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ഇൻപുട്ടാണ്. ഇൻപുട്ട് IGST അക്കൗണ്ട് ഡെറ്റർ. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്, ടു ക്യാഷ്. സിമ്പിൾ. പർച്ചേസ് എമൗണ്ട് 1 lakh rupees ഇൻ ദ ക്വസ്റ്റ്യൻ. 18% 18,000 ആണ് വരുന്നത്. 1,18,000 ക്യാഷ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തില്ല? ഡിവിഷൻ ഇല്ല അല്ലേ? ഈ GST ഡിവിഷൻ ഇല്ല. നമുക്കറിയാം ഇന്റർ സ്റ്റേറ്റ് ആകുന്ന സമയത്ത് ഒരു ടാക്സ് ആണ്, നമ്മൾ സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തേത് സോൾഡ് ഗുഡ്സ് ടു അമർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് IGST. സെയിൽസ് എമൗണ്ട് എത്രയാടാ? 10,000 ആണ് സെയിൽസ് എമൗണ്ട് അല്ലേ? 10,000 ആണ്. 18% 1,800. അങ്ങനെയാണെങ്കിൽ 11,800 കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു GSTയുടെ എൻട്രി നമുക്ക് പബ്ലിക് എക്സാമിന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മോഡൽ എക്സാമിന് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. കൂടാതെ എൻട്രിയും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സ്പെൻസ് മാത്രമേ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പർച്ചേസ് മാത്രമേ ചെയ്തുള്ളൂ, ഒരു സെയിൽസ് മാത്രമേ ചെയ്തുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പർച്ചേസ് റിട്ടേൺസ് വരുമ്പോൾ, സെയിൽസ് റിട്ടേൺസ് വരുന്ന സമയത്ത്, ഏതെങ്കിലും ഇൻകം വരുന്ന സമയത്ത്, മറ്റേതെങ്കിലും എക്സ്പെൻസ് വരുന്ന സമയത്ത്, ഇതെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് GST വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പബ്ലിക് എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും നിങ്ങൾ പോകാൻ വേണ്ടി. അപ്പോൾ GSTയുടെ കാര്യത്തിൽ നിന്ന്, GSTയുടെ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഫുൾ സ്കോർ നമ്മൾ വാങ്ങണം.